നമ്മുടെ പരിപാടി ഷാഫി വൈദ്യർ മണിയങ്കോട് കാസർഗോഡ് നമ്മുടെ വൈച്ചലിനെ ഉദ്ഘാടനം ചെയ്യുന്നു. പിന്നെ അബൂബക്കർ കുരിക്കൾ നടേരി, ജീലാനി നാസർ കുരിക്കൾ വെളിമണ്ണ, മുഹമ്മദ് കുരിക്കൾ ചെലവൂര്, മുഹമ്മദ് വൈദ്യർ നരിക്കുനി, ഇങ്ങനെ ഒട്ടേറെ ആൾക്കാരുണ്ട്. പിന്നെ മലബാർ അബ്ദുറഹ്മാൻ കുരിക്കൾ ഇപ്പം വന്നിട്ടേ ഉള്ളൂ. മൂപ്പർ വന്ന് കൈവച്ചോട്ടെ. അൽഹംദുലില്ലാ. അബ്ദുൽ റസാഖ് കുരിക്കള് മൂപ്പരെ നമുക്ക് കിട്ടിയത് അൽഹംദുലില്ലാ. അള്ളാഹു ഖൈറാക്കട്ടെ. ആമീൻ. ആദ്യമായി ഷാഫി വൈദ്യർ മണിയങ്കോട് കാസർഗോഡ് ഉദ്ഘാടനം ചെയ്യുന്നു. പ്രഗത്ഭരായ ഗുരുവരന്മാർ അണിനിരക്കുന്നുണ്ട്. എല്ലാവരും കുറേശ്ശെ മാത്രം വയ്യ. മറ്റൊരാളെ വയ്യണ്ടിക്ക് 1 മണിക്കൂറും ചില്ലറും വേണം. കുറേശ്ശെ മാത്രം. കേരളത്തിലെ ഒഴിച്ചൽ പല വിധത്തിലുണ്ട്. കളരി ഒഴിച്ചൽ, വടക്കൻ, തെക്കൻ, അതുപോലെ തന്നെ യൂറോപ്യൻ സമ്പ്രദായം പല വിധത്തിലുള്ള ഒഴിച്ചലുകളുമുണ്ട്. ഇത് ഷാഫി മണിയങ്കോടിനെ അറിയാത്തവർ വളരെ കുറവാണ്. കാലുമുട്ട് വേദനക്ക് പോയി കഴിഞ്ഞാൽ അന്നേരം തന്നെ മൂപ്പര് നടത്തിച്ച് വിടുന്നതാണ്. അതുപോലെ തന്നെ കൈ പൊക്കാത്തവർ അന്നേരം തന്നെ കൈ പൊക്കി വിടുന്നതുമാണ്. മൂപ്പര് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു പൊരുത്തവും സിദ്ധിച്ച ഒരാളാണ്. ഓരോരാളിലും ഓരോ വിധത്തിലുള്ള ഒഴിച്ച സമ്പ്രദായമാണ് ഉണ്ടാകുക. ഷാഫി മണിയങ്കോട് മൂപ്പര് ചികിത്സാലയത്തിൽ ഒട്ടേറെ ആൾക്കാർ വരുന്നതും എടുത്തുകൊണ്ടുപോയി നടത്തിക്കൊണ്ടുപോകുന്ന സംഗതിയൊക്കെ നമ്മൾ നെറ്റിലൊക്കെ കണ്ടുവരുന്നതാണ്. ഇപ്പോൾ നമ്മൾ നേരിട്ട് മൂപ്പരെ കാണുന്നുണ്ട്. അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഇനിയും ഒരുപാട് ഒഴിച്ചൽ നടത്തുവാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഓരോരാളിലും ഓരോ പ്രത്യേക തരത്തിലുള്ള ഒഴിച്ചലുണ്ട്. ഒഴിച്ചൽ ഒരുപാട് വിധത്തിലുണ്ട്. 1 മണിക്കൂറല്ല, ഒരു മനുഷ്യനെ എല്ലാ വിധത്തിലും ഒയ്യുന്നുണ്ടെങ്കിൽ ഏതായിരുന്നാലും ചുരുങ്ങിയത് ഒരു 6 മണിക്കൂറെങ്കിലും വേണം. ഹലോ. ഓരോ വ്യൂഹങ്ങൾക്കുള്ള ഇത് കാരണം ഞാൻ സ്വന്തമായിട്ട് പഠിച്ചൊരു തൊഴിലാണ്. അതുകൊണ്ട് ഇവിടെ മുഴുവനുള്ളത് ഗുരുക്കന്മാരാണ്.